നോട് ഞാൻ കുറെ ദിവസമായി ട്രിപ്പ് പോവാ ഈ മാസം ലാസ്റ്റ് 26, 27 ഉണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് പോയിരിക്കും പറഞ്ഞാൽ അകമണായാലോ. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. വാഗമണ് പോകാൻ തീരുമാനിച്ച ഞങ്ങൾ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് പ്ലാന് മാറ്റി. അങ്ങനെ ഞങ്ങൾ കർണാടക കൂർഗിലേക്കാണ് പോകുന്നത്. മാപ്പ് ഇട്ട് പോവായതുകൊണ്ട് ഇതേതാ സ്ഥലം ഒന്നും നോക്കിയില്ല. കണ്ട സ്ഥലത്ത് നിർത്തി കുറെ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കുറെ സമയം എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി. ഇനി എന്താണെങ്കിലും ഫുഡ് കഴിച്ചിട്ട് മുന്നോട്ടേ. ഞങ്ങൾക്കൊരു ധൈര്യത്തെ ഞങ്ങൾ കൂടെ കൂട്ടിയത് കുട്ടേട്ടനാണ്. കൂർഗിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ആർക്കും വലിയ ഐഡിയ. സീനത്ത കൂർഗ് കണ്ടിട്ടില്ല എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടെ ഇൻട്രസ്റ്റ്. അങ്ങനെ ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ച 2 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ കാടൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും അത് ആസ്വദിച്ച് അങ്ങോട്ട് പോകുക. ഇവിടെ റേഞ്ച് കുറവായത് കൊണ്ട് പാട്ട് വെക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പാട്ട് പാടാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ യാത്രകളുടനീളം ഉണ്ടായിരുന്നത്. കന്നഡ ಗೊತ್ತಿല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഒരു ബോർഡ് പോലും ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നാട്ടിലൂടെയും കാട്ടിലൂടെയും ഒക്കെ ഉള്ള യാത്രകൾക്ക് ശേഷം ഞങ്ങൾ അബി വാട്ടർഫോൾസിൽ ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റിന്. കാടിന്റെ ഉള്ളിലായിട്ട് ഒരു വെള്ളച്ചാട്ടം. ഈ സ്ഥലം ഞാൻ അങ്ങനെ റെക്കമെൻഡ് ഒന്നും ചെയ്യണില്ല. ഈ വെള്ളച്ചാട്ടമാണ് ഇവിടെ കാണാനുള്ളത്. വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വരാം. എവിടെ പോയാലും ഓർമ്മകൾ സൂക്ഷിക്കാൻ ഒരു ഫോട്ടോ മസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. ഇനി ആരെങ്കിലും ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ കയ്യിൽ പൈസ എടുത്ത് വരിക. കാരണം ഇവിടെ തീരെ റേഞ്ച്. അങ്ങനെ അധിക സമയമൊന്നും ഇവിടെ ചെലവഴിക്കാതെ ഞങ്ങൾ നേരെ തിരിച്ചു നടന്നു. ഒരു ദിവസത്തേക്കാണ് ഞങ്ങൾ വന്നതെങ്കിലും അഥവാ നിൽക്കേണ്ടിട്ടാണ് വന്നാലേ എഴുതിയിട്ട് 2 ദിവസത്തേക്കുള്ള സാധനം എടുത്തിട്ടാ വന്നത്. ഇവിടെ ചെലവഴിച്ച സമയം കുറവാണെങ്കിലും ഇവിടെ എത്താൻ വേണ്ടിട്ട് കുറെ സമയം എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വന്ന വഴി തന്നെ കുറെ ദൂരം യാത്ര ചെയ്തിട്ട് അടുത്തുള്ള ഒരു ടൗണിൽ നിന്ന് ലഞ്ച് കഴിച്ച്. ഡിസംബർ അല്ലേ, നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലം കാണാന്ന് കരുതിങ്ങാണ്ട് ഞങ്ങൾ തൽക്കാവേരിയിലേക്ക് വിട്ടു. ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ട് ഗേറ്റ് ഒക്കെ അടച്ചു. ഒന്നും കണ്ടില്ലെങ്കിൽ ഒരു പേരിനെങ്കിലും ഒരു ഇത്തിരി കോടെങ്കിലും കണ്ടാൽ കുറച്ച് സമാധാനം. തണുപ്പ് മെല്ലെ മെല്ലെ നല്ല വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നല്ല ചൂട് ചായയും പൊട്ടാറ്റോ ബജിയും കഴിച്ചു. നല്ല ഇരുടായതുകൊണ്ടും കാടായതുകൊണ്ടും വല്ല ആനയോ വരുമെന്നായിരുന്നു എന്റെ അമ്മന്റെ പേടി. അങ്ങനെ കർണാടക കേരള ബോർഡിനടുത്ത് ഈ നല്ല ഭംഗിയുള്ള ഹോട്ടൽ കണ്ടിട്ട് ഞങ്ങൾ അവിടെ. ഭംഗി മാത്രമല്ല കേട്ടോ, ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വെൽക്കം ഡ്രിങ്ക് എന്നെ അവർ തന്ന് ഞങ്ങളെ ഞെട്ടിച്ചു. കൂടുതലും മലയാളി സ്റ്റാഫുകളാണ് ഇവിടെ. ബട്ടർ നാൻ, പൊറോട്ട, ബട്ടർ ചിക്കൻ ഇതൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തത്. ബട്ടർ ചിക്കൻ ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ കഴിച്ചപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്നത്തെ യാത്ര. ഈ വീഡിയോ ഇവിടെ തീരാണ്. അടുത്ത ദിവസം കാണാം.